Hello, welcome to Market Discussion of the Day. Today, June 6, 2025, ഫ്രൈഡേ ആണ്. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇന്ന് NFP ഡേ ആണ്. അതേപോലെ തന്നെ ഈദ് മുബാറക് ടു ഓൾ ഓഫ് യു. സോ NFP ആയതുകൊണ്ടിട്ട് തന്നെ എൻ്റെ റെക്കമെൻഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈദായിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കാതെ സമാധാനത്തിൽ ഫാമിലിയായിട്ട് അടിച്ചു പൊളിക്കുക എന്നുള്ള കാര്യമാണ്. ഓക്കെ, സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റി ഇന്ന് രാവിലെ എടുക്കാനായിട്ടുള്ളതല്ല. നമുക്ക് വേണമെങ്കിൽ NFPക്ക് ശേഷം എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ എടുക്കാം എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അതും മിക്കവാറും അതും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ തിങ്കളാഴ്ച ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇന്ന് ഒരു ട്രേഡും. പക്ഷേ ഇന്നലെ ഉണ്ടായ ന്യൂസുകളും ഇന്നലെ ഉണ്ടായ ഫ്ലക്ച്വേഷൻസിനെ കുറിച്ചുമാണ് എനിക്ക് ഇന്ന് മെയിനായിട്ടും പറയാനായിട്ടുള്ളത്. ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ, ഗോൾഡൊക്കെ ഒറ്റയടിക്ക് മുകളിലോട്ട് പോയി 3402 പോയി. അതിനുശേഷം 4-5 ക്യാൻഡിൽ വെച്ചിട്ട് 1 അവർ ക്യാൻഡിൽ വെച്ചിട്ട് 3340 വരികയും ഒരുപാട് ആൾക്കാരുടെ പൈസയൊക്കെ പോവുകയും ചെയ്തു. ഓക്കെ, സോ അതാണ് അത് നമ്മൾ ട്രേഡിലോട്ട് എന്താ പറയുക, NFPയുടെ തലേന്നൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഓക്കെ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള റിസ്ക് മാനേജ് ചെയ്യാത്ത ആൾക്കാർക്കായിരിക്കാം ഇതേപോലത്തുള്ള വലിയ എമൗണ്ട് പോയിട്ടുണ്ടാവുക എന്നുള്ളൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ഓക്കെ, സോ അതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ഫോറക്സ് ട്രേഡിംഗ്, ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന പുതിയ ബാച്ച് അടുത്ത ചൊവ്വാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കും ആയിട്ടാണ് നമ്മൾ ഈ 2 ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. 4 ദിവസത്തെ ഒരു ക്രാഷ് കോഴ്സാണ്. കോഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക. എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എനിക്ക് മെസ്സേജ് അയക്കുക. വെറുതെ മെസ്സേജ് അയക്കാൻ പാടില്ല. 7:30ക്കും 10:30ക്കും ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയക്കുക. ക്ലാസ്സിൽ കയറും ഉറപ്പുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയക്കുക. ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചു പോവുകയാണ്. അതിൻ്റെ കൂടെ ജൂലൈ 1 മുതൽ നമ്മുടെ ഒരു പെയ്ഡ് കോഴ്സും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. ഇന്നലെ നമുക്ക് കുറേ ഫണ്ടമെൻ്റൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ എന്നിരുന്നാലും ന്യൂസ് വന്നപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. സോ ഫസ്റ്റിൽ നമ്മൾ എന്താ പറയുക, ഇൻട്രസ്റ്റ് റേറ്റ്, ECBയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ടായിരുന്നു. 2.15 കുറച്ചു. 2.40 നിന്ന് 2.15 കുറച്ചു. അതെന്തുകൊണ്ട് കുറച്ചു? അതൊരു എന്താ പറയുക, അത് എക്കണോമിക്കായിട്ട് അവരെന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടാണോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ഓക്കെ, അല്ലെങ്കിൽ കറൻസി മാനിപ്പുലേഷൻ ചെയ്യാനായിട്ടാണോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. സോ അങ്ങനെ നോർമലി അങ്ങനെ കുറയ്ക്കുന്നതല്ല. പക്ഷേ ഇന്നലെ കുറച്ചു എന്നുള്ളതാണ് ഇന്നലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിനുശേഷം 1.5 മണിക്കുള്ള ഈ പറയുന്ന ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമിൻ്റെ ന്യൂസ് വന്നപ്പോഴാണ്. സോ ഇന്നലത്തെ ക്യാൻഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത് വന്നിട്ട് ഓൾമോസ്റ്റ് 12 മണിക്കുള്ള ക്യാൻഡിൽ ജസ്റ്റ് ഒന്ന് താഴോട്ട് പോയി. അതിനുശേഷം ഇതാണ് 1 മണിക്കുള്ള ക്യാൻഡിൽ, അത് ഒന്നുകൂടെ താഴോട്ട് പോയി. ഓക്കെ, വന്നപ്പോൾ അത് താഴോട്ട് പോകുന്ന, ഗോൾഡ് താഴോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ നേരെ നമ്മൾ ന്യൂസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫോർകാസ്റ്റ്, ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം എന്ന് പറയുന്നത് ഇനിഷ്യൽ ജോബ്ലെസ് ആയിട്ടുള്ള ആൾക്കാർ ക്ലെയിം ചെയ്യുന്നതാണ് ഗവൺമെൻറ്റിൽ. ഓക്കെ, അതായത് കൂടുതൽ ആൾക്കാരിലോട്ട്, അതായത് എന്താ പറയുക, ഇപ്പം ഫോർകാസ്റ്റ് 233K ആയിരുന്നു, പ്രീവിയസ് 239K ആയിരുന്നു. ആക്ച്വൽ ന്യൂസ് വന്നപ്പോൾ 247K ആണ്. എന്ന് പറഞ്ഞാൽ ഇത് US ഡോളറിന് നെഗറ്റീവായിട്ടാണ് ഇതിനെ ബാധിച്ചിട്ടുള്ളത്. ഓക്കെ, US ഡോളറിനെ നെഗറ്റീവായിട്ട് ബാധിക്കുമ്പോൾ എക്കണോമിക്കൽ പ്രകാരം നമ്മുടെ JPY USD മുകളിലോട്ട് പോവുകയും യൂറോ USD, GBP USD, അതേപോലെ ഗോൾഡ്, XI USD ഇതെല്ലാം മുകളിലോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, JPY താഴോട്ട് പോവുകയും ബാക്കിയെല്ലാം മുകളിലോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ നേരെ ഓപ്പോസിറ്റാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പം എപ്പോഴും നമുക്ക് അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ ന്യൂസ് ടൈമിൽ ട്രേഡ് ചെയ്യരുത് എന്ന് പറയുന്നത്. ചിലപ്പോഴൊക്കെ ഈ എക്കണോമിക്സ് വർക്ക് ചെയ്യാം, ചിലപ്പോഴൊക്കെ വർക്ക് ചെയ്യാതെ ഇരിക്കാം. ഓക്കെ, സോ അതിനുശേഷം ലഗാർഡിൻ്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. സോ ഇതൊക്കെയാണ് ഇന്നലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളും അതിനെ സംബന്ധിച്ച് മാർക്കറ്റിലുണ്ടായ ചലനങ്ങളും. ഓക്കെ, സോ നമുക്ക് എന്താ പറയുക, നമ്മൾ ഇന്നത്തെ ന്യൂസ് നോക്കുകയാണെങ്കിൽ ഇന്ന് രാവിലെ 9:30 തന്നെ ലഗാർഡിൻ്റെ സ്പീച്ചുണ്ട്, ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ചുണ്ട്.
അതിനുശേഷം 1.5 മണിക്ക് നോൺ ഫാം പേറോൾ ഉണ്ട്. അപ്പോൾ ഇനി വെറും ഒരു 4-5 മണിക്കൂറും കൂടെ ഉള്ളൂ NFP വരാനായിട്ട്. അതുകൊണ്ടിട്ട് തന്നെ ഞാൻ ഒരു കാരണവശാലും ട്രേഡ് ചെയ്യാനായിട്ട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്ത് സംഭവിക്കുമെന്ന് ഒരിക്കലും പറയാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് മാർക്കറ്റ് വേറൊരു ഡയറക്ഷൻ ദിശ പിടിക്കുന്നത് വരെ ചെയ്യാനുള്ള ചാൻസുകൾ ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കുക. ഓക്കെ, സോ പൊളിറ്റിക്കൽ സൈഡിലുള്ള ന്യൂസ് നമ്മൾ നോക്കുകയാണെങ്കിൽ റഷ്യ ഉക്രൈൻ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. റഷ്യ കഴിഞ്ഞ ആഴ്ച പൊട്ടിച്ചു. യുക്രൈൻ കഴിഞ്ഞ ആഴ്ച പൊട്ടിച്ചു. എപ്പോഴാണ് റഷ്യ തിരിച്ച് പൊട്ടിക്കുന്നതെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതിൽ US ഇടപെടത്തില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടിട്ടൊക്കെ തന്നെ ഒരു പീസ് ഡീലിലോട്ട് ഒരിക്കലും റഷ്യ വരത്തില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുക. അത് മാർക്കറ്റ് എങ്ങോട്ടെങ്കിലും ചിലപ്പോൾ ഈ വീക്കെൻഡിലായിരിക്കും, കഴിഞ്ഞ ആഴ്ച വീക്കെൻഡിൽ അവർ പൊട്ടിച്ചപ്പോൾ ഈ ആഴ്ച വീക്കെൻഡിലായിരിക്കും പൊട്ടിക്കുന്നത്. ചിലപ്പം ഗോൾഡ് എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടിട്ട് ഇന്ന് ഓപ്പൺ പൊസിഷൻസ് വെക്കാതിരിക്കുക, പ്രത്യേകിച്ച് ഗോൾഡിൽ. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് മെയിനായിട്ടും പറയാനായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ നേരെ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ, ടെക്നിക്കലി ഇപ്പോൾ ഇന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPYയിലോട്ട് തന്നെ വരാം. JPY നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ, ഇന്നലെ നമ്മൾ JPYയിൽ ഒരു ഓപ്പർച്യൂണിറ്റിയും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇപ്പോൾ 144 നിൽക്കുന്നു. ഇനി NFP വരുമ്പം എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഓക്കെ, സപ്പോസ് ഇവിടെ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ തിങ്കളാഴ്ച നമുക്ക് ഇന്ന് രാത്രി അവസാനിക്കുന്ന 144 താഴെയും തിങ്കളാഴ്ച ഓപ്പൺ ആവുന്ന 144 താഴെയുമാണ് എങ്കിൽ, 140 താഴെ എന്ന് പറയുമ്പോൾ അടുത്ത് 143.9, 143.8 എങ്കിൽ അവിടുന്ന് സെല്ല് ചെയ്യാം. ഇല്ല എങ്കിൽ 142 അടുത്ത് നമുക്ക് 142 അടുത്ത് കിട്ടിയാൽ 142 താഴോട്ട് പോയില്ല, ഇന്ന് അവസാനിച്ചിട്ടില്ല. തിങ്കളാഴ്ച രാവിലെ ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 142 മുകളിൽ തന്നെയാണ് എങ്കിൽ 142.1, 142.2 ആ റേഞ്ചിലാണെങ്കിൽ നമുക്ക് അവിടുന്ന് ബൈയും ചെയ്യാം. ഓക്കെ, സെല്ല് ചെയ്യുകയാണെങ്കിൽ 144.60 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. ബൈ ചെയ്യുകയാണെങ്കിൽ 142, 141.40 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് JPYയിൽ പറയാനായിട്ടുള്ള കാര്യം. ഓക്കെ, സോ നേരെ നമ്മൾ നമ്മുടെ യൂറോ USDയിലോട്ട് വരുമ്പോൾ നമ്മൾ കാത്തിരുന്ന യൂറോ 1.1500 വരെ ഇന്നലെ പോയിട്ടുണ്ട്. മാർക്കറ്റ് പിന്നീട് താഴോട്ട് പോകുന്നു. ഇന്ന് 1.1439 എന്ന് പറയുന്ന റേഞ്ചിൽ ഇപ്പോൾ നിൽക്കുന്നു. ഓക്കെ, എന്തായി തീരുമെന്ന് എനിക്കറിയില്ല. നമുക്കൊരു പെൻഡിങ് ഓർഡർ ഇടാം. നേരത്തെ പറയുന്നത് പോലെ 1.100 അവിടുന്ന് നമുക്ക് പെൻഡിങ് ഓർഡർ ഇടാം. വേണം എന്നുള്ള ആൾക്കാർക്ക് 1.1100 അവിടുന്ന് വേണമെങ്കിലും വാങ്ങാം എന്നുള്ളതാണ് എന്താണ് നമ്മുടെ യൂറോ USDയിൽ പറയാനായിട്ടുള്ളൊരു കാര്യം. ഓക്കെ, അല്ലാതെ വേറൊരു ഓപ്പർച്യൂണിറ്റിയും എനിക്ക് തൽക്കാലത്തേക്ക് യൂറോയിൽ പറയാനായിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് സെല്ല് ചെയ്യണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. സെല്ല് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇന്ന് NFP വരുമ്പോൾ അത് US ഡോളറിന് അനുകൂലമായിട്ടുള്ളൊരു ന്യൂസാണ് എങ്കിൽ ഈ പറയുന്ന യൂറോ ഒക്കെ ഒറ്റയടിക്ക് താഴെ പോകുന്നൊരു കാഴ്ചയെ നമുക്ക് കാണേണ്ടി വരും. അതുകൊണ്ടിട്ടാണ് ഞാൻ അല്ലെങ്കിൽ ചിലപ്പോൾ NFP വരുമ്പോൾ മുകളിലോട്ടും പോകാം. ഓക്കെ, അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പക്ഷേ നേരെ മറിച്ച് ഈ പറയുന്ന റഷ്യ തിരിച്ചടിച്ചാൽ, ഉക്രൈനെ തിരിച്ചടിച്ചാൽ യൂറോ ഒറ്റയടിക്ക് താഴെ പോകുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണേണ്ടി വരും. ഓക്കെ, സോ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു റെക്കമെൻഡേഷൻസും ഇന്ന് യൂറോയിലില്ല. ഇപ്പോൾ തന്നെ പെൻഡിങ് ഓർഡർ ഇട്ട് വെക്കുക. ബൈയിൽ 1.100 പെൻഡിങ് ഓർഡർ ഇട്ട് വെക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം. ഫണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ ഫണ്ട് ആഡ് ചെയ്യുക. നിങ്ങളുടെ ബ്രോക്കറിൻ്റെ അടുത്ത് സംസാരിക്കുക. സ്വാപ്പ് ഫ്രീ അക്കൗണ്ട് കിട്ടുമോ എന്ന് ചോദിക്കുക. അങ്ങനെ ആണെങ്കിൽ നമുക്കൊരു 6 to 7 മന്ത്സ് യൂറോ 1.100 കിട്ടുമ്പോൾ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളൊരു കാര്യമാണ് പറയാനായിട്ടുള്ളത്. ഉറപ്പായിട്ടും 9:30 മണിക്കുള്ള UK ടൈമിംഗ് 9:30 മണിക്ക്, ഇന്ത്യൻ ടൈമിംഗ് 2 മണിക്ക് ലഗാർഡിൻ്റെ സ്പീച്ചുണ്ട്. സ്പീച്ച് ഉറപ്പായിട്ടും യൂറോയിനെ അനുകൂലിക്കുന്ന സ്പീച്ചായിരിക്കും. ആ ഒരു സ്പീച്ചിന് ശേഷം ചിലപ്പോൾ യൂറോ മുകളിലോട്ട് പോകാം എന്ന് പറഞ്ഞ് അവിടുന്ന് വാങ്ങാനൊന്നും നിൽക്കരുത്. അത് പണി കിട്ടും. അതുകൊണ്ടിട്ട് വെയിറ്റ് ചെയ്യുക. നമുക്ക് തിങ്കളാഴ്ച ട്രേഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പോൾ 1.3540 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. ഇന്നലെ 1.36145 വരെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്.
ഓക്കെ. അവിടുന്ന് മാർക്കറ്റ് താഴോട്ട് പോയി 1.35416 എന്ന് പറയുന്ന റേഞ്ചിൽ ഇപ്പോൾ നിൽക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ. എന്താ പറയുക, മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. ഓക്കെ. മാർക്കറ്റ് ചിലപ്പം മാർക്കറ്റ് ഇവിടുന്ന് താഴോട്ട് പോകാം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം. ഓക്കെ. ഓക്കെ. സോ നമ്മൾ ജി ബി പിയിലോട്ട് വരുമ്പോൾ താഴെ 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 കാർഡ് വേണം. താഴെ താഴെ താഴെ. സോ ആക്ച്വലി സോറി, എനിക്ക് ഇനി ഒന്നുകൂടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോയി അർജൻറ്റായിട്ടൊരു കോൾ ആയതുകൊണ്ട് എടുത്തതാണ് ആക്ച്വലി. കാരണം എൻ്റെ പാർക്കിങ്ങിൻ്റെ കാർഡ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ എനിക്കിന്ന് പുറത്തു പോകാൻ പറ്റില്ല, അവനിപ്പോൾ ജോലിക്ക് പോകും. അതുകൊണ്ടിട്ട് ഞാൻ കോൾ എടുത്തതാണ്. ഓക്കെ. ഒന്നുകൂടെ റീ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ളൊരു വയ്യ, അതുകൊണ്ടിട്ടാണ്. ഓക്കെ. സോ നേരെ നമ്മൾ ജി ബി പിയിലോട്ട് വരുമ്പോൾ ജി ബി പി ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.3538 എന്ന് പറയുന്ന റേഞ്ചിലാണ്. ഓക്കെ. ഇന്ന് അറിയാം നമുക്ക് ജി ബി പി 1.3500 അവിടെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്ക് ഇന്നറിയാം. ഇന്ന് NFPക്ക് ശേഷമാണ് നമുക്ക് ജി ബി പി അവിടെ ഹോൾഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്ക് ഒരു ഐഡിയ കിട്ടുക. ഓക്കെ. അതിനുശേഷം നമുക്കൊരു തീരുമാനം എടുക്കാം. 1.3500 താഴെയായിട്ടാണ് മാർക്കറ്റ് എങ്കിൽ നമുക്ക് തിങ്കളാഴ്ച, ഇന്ന് മാർക്കറ്റ് അവസാനിക്കുന്നത് 1.3500 താഴെയാണ്, തിങ്കളാഴ്ച രാവിലെ 1.35 താഴെയാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് ഒരു സെൽ എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് ജി ബി പിയിൽ എനിക്ക് പറയാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. സോ എന്താ പറയുക, ഇല്ലെങ്കിൽ നമുക്ക് താഴെ ചിലപ്പം NFPക്ക് ശേഷം എന്ത് വേണമെങ്കിലും സംഭവിക്കാം, ചിലപ്പോൾ മുകളിലോട്ടും പോവാം. ഓക്കെ. അങ്ങനെ 1.3500 മുകളിലായിട്ടാണ് മാർക്കറ്റ് അവസാനിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവിടുന്ന് നമുക്ക് ഈ പറയുന്ന ലോങ് ടേം 1.300 നിന്ന് എടുക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു ബൈ പോയിന്റ് നമുക്ക് 1.35 അവിടെ നിന്ന് തന്നെ എടുക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് നമുക്ക് തിങ്കളാഴ്ച ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഈ ഒരു കീ കാർഡാണ് കേട്ടോ, ഈ ഒരു കീ കാർഡ് എടുക്കാനായിട്ടായിരുന്നു. സോ നമ്മൾ നേരെ എന്താ പറയുക, നമ്മുടെ ഗോൾഡിലോട്ട് വരുമ്പോൾ ഗോൾഡ് ഇപ്പോൾ ഇന്നലെ നിങ്ങൾക്കറിയാം അല്ലെ, ഗോൾഡ് ഒറ്റ അടിക്കൊക്കെ താഴോട്ട് പോകുന്ന ഒരു 3402 എന്ന് പറയുന്ന അവിടെ നിന്ന് താഴെ പോയി 3340 എന്ന് പറയുന്ന റേഞ്ച്. ഞാനിട്ട ബൈ ലിമിറ്റ് ആണ് 3340 അല്ലേ. 3340 അവിടെ എത്തിയോ? 3340 അവിടെ എത്തി. മാർക്കറ്റ് നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റും ഇന്നലെ തന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ. സോ 3340 ആ ബൈ ലിമിറ്റ് ഇട്ട് വെച്ചിട്ടുള്ള ആൾക്കാർ, പല ആൾക്കാർ ലിമിറ്റ് ഇട്ട് വെക്കണമെന്ന് ചോദിച്ചു, ഞാൻ ഇടണമെന്ന് പറഞ്ഞു. ആ ലിമിറ്റ് ഇട്ടുള്ള ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. വീണ്ടും എനിക്ക് ഇന്ന് NFP വരെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് പറയാനായിട്ടില്ല, എനിക്ക് അറിയില്ല. ഓക്കെ. മാറി നിൽക്കുക. NFP കഴിഞ്ഞിട്ട് മാർക്കറ്റ് എങ്ങാനും താഴെ വീണാൽ ഗോൾഡൻ ചാൻസ്, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ആ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അത് 3330 പോയി ബൈ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. ഓക്കെ. മാർക്കറ്റ് ഇന്ന് എവിടെ അവസാനിക്കുന്നതെന്ന് നോക്കുക, എന്നിട്ട് നമുക്ക് തിങ്കളാഴ്ച ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും ബെറ്റർ. സപ്പോസ് നമുക്ക് 3280 കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ചെറിയ ലോട്ട്, ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾ ഒരു 0.3 ലോട്ട് ബൈ ചെയ്യാം. 3271 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ലോ ആയിരുന്നു 3271 എന്ന് പറയുന്നത്. 3268 റേഞ്ചിലൊക്കെ സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ സേഫ് ആയിരിക്കും. ഓക്കെ. സോ അവിടുന്ന് നമുക്ക് ഒരു ബൈ ചെയ്യുകയും, എങ്ങാനും ഒരിക്കലും നമ്മളങ്ങനെ പ്രതീക്ഷിക്കാൻ പാടില്ല റഷ്യ മറ്റവരെ അടിക്കുമോ ഇല്ലയോ, അങ്ങനെ പ്രതീക്ഷിക്കാൻ പാടില്ല. പക്ഷേ എങ്ങാണോ അങ്ങനെ നടന്നാൽ, നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല, നടന്നാൽ ചിലപ്പോൾ മാർക്കറ്റ് ഒറ്റയടിക്ക് ഈ തിങ്കളാഴ്ച പോയതുപോലെ ഒരു $100 നമുക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് കൊണ്ടിട്ടാണ് അവിടുന്ന് നമുക്ക് ബൈ ചെയ്യാം എന്ന് പറയുന്നത് 3280 എന്ന് പറയുന്ന റേഞ്ചിൽ. ഓക്കെ. സോ അതിന് അല്ലാതെ എന്താ പറയുക, നമ്മുടെ നോൺ ഫാം പേറോള് സംബന്ധിച്ച് 3330 ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ എടുത്ത് ബൈ ചെയ്ത് കളയരുത്. ഒരു പെൻഡിങ് ഓർഡറും വേണ്ട. ഗോൾഡ് ഇന്നലെയൊക്കെ ഒരുപാട് ആൾക്കാരുടെ പൈസ ഒറ്റയടിക്കാണ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. 3280 എന്ന് പറയുന്ന ഒരു റേഞ്ചിൽ കിട്ടിയാൽ മാത്രം.
നമ്മൾ ചെയ്യുന്ന ലോട്ടിൻ്റെ ഒരു മൂന്നിലൊന്ന് മാത്രം ട്രേഡ് ചെയ്യുക, ട്രേഡിലോട്ട് മാറ്റി വെക്കുക. ഓക്കെ, ഇപ്പം 0.1 ലോട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 0.03 ലോട്ട് എടുക്കുക, അല്ലെങ്കിൽ ഒരു 0.05 ലോട്ട് എടുക്കുക എന്നുള്ളതാണ് എനിക്ക് ഗോൾഡിൽ പറയാനായിട്ടുള്ളത്. സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ മതിയല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? അതാണ് കാരണം. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് ചിലപ്പം മാർക്കറ്റ് എങ്ങാനും താഴോട്ട് പോയാൽ, തിങ്കളാഴ്ച മാർക്കറ്റ് താഴോട്ട് പോയാൽ ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിക്കാതിരിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതെല്ലാം കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളൊരു ട്രേഡ് എടുക്കാനായിട്ട്. കാരണം ഗ്യാപ്പ് ഡൗണും ഗ്യാപ്പ് അപ്പും ഒക്കെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് തിങ്കളാഴ്ച വോറിനെ സംബന്ധിച്ചിട്ട്. ഓക്കെ, ഒരിക്കലും സെല്ലിൽ നിൽക്കാൻ പാടില്ല, ഒരിക്കലും. ഓക്കെ, ഇന്നത്തെ ദിവസം ഒരിക്കലും സെല്ലിൽ നിൽക്കാൻ പാടില്ല. ഇതാണ് എനിക്ക് ബേസിക്കലി എന്താ പറയുക, നമ്മുടെ ന്യൂസിനെ എന്താ പറയുക, നമ്മുടെ മാർക്കറ്റ് ഡിസ്കഷനെ സംബന്ധിച്ച് പറയാനായിട്ടുള്ളത്. എന്തെങ്കിലും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസോ അല്ലെങ്കിൽ NFP കഴിഞ്ഞിട്ട് എന്താണ് തിങ്കളാഴ്ച എടുക്കേണ്ട തീരുമാനങ്ങൾ, അങ്ങനെ എന്തെങ്കിലും എനിക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ആയിട്ട് മാർക്കറ്റ് ഡിസ്കഷൻ നടത്താം. കാരണം ഞാനിവിടെ മാർക്കറ്റ് ഡിസ്കഷൻ നടത്തുമ്പോഴത്തേക്കും അവിടുത്തെ യൂറോപ്പ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഇവിടെ എനിക്ക് ഇപ്പം 7:30 മണിക്കാണ് ഞാനിവിടെ മിക്കവാറും മാർക്കറ്റ് ഡിസ്കഷൻ ചെയ്യാറുള്ളത്. വലിയ രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസോ ഇല്ലാത്ത ദിവസങ്ങളിലാണ് ഞാൻ ഇവിടെ ഒരു 9 മണി അവിടെ ഏഷ്യയൊക്കെ ക്ലോസ് ആവുന്ന സമയത്ത് ഞാൻ മാർക്കറ്റ് ഡിസ്കഷൻ ഇടുന്നത്. ഓക്കെ, അല്ലെങ്കിൽ മാക്സിമം ഞാൻ ഈ യൂറോപ്യൻ സെഷൻ ഓപ്പൺ ആവുന്ന സമയത്ത് തന്നെ ഞാൻ മാർക്കറ്റ് ഡിസ്കഷൻ ഇടാനായിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനായിട്ടുള്ളത്. എനിക്ക് നിങ്ങളടുത്ത് പറയാനായിട്ടുള്ളത്, ഒരുപാട് ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ പല ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ലൈക്ക് ചെയ്യുന്നില്ല, കമൻറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, കൂടുതൽ ആൾക്കാരിലോട്ട് ഈ ഒരു ഡിസ്കഷൻ നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നുവോ എങ്കിൽ കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഈ ആഴ്ച 3 ഓപ്പർച്യൂണിറ്റിയേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഒന്ന് നമ്മുടെ JPYയിൽ ചൊവ്വാഴ്ച വന്ന് ഗോൾഡിൽ തിങ്കളാഴ്ച വന്ന 3330 എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ചൊവ്വാഴ്ച വന്ന. ഓക്കെ, JPYയിൽ 142.60 എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ഇന്നലെ ഗോൾഡിൽ വന്ന് 3340 എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി. ഈ 3 ഓപ്പർച്യൂണിറ്റിയെ ഞാൻ ഈ ആഴ്ച പറഞ്ഞിട്ടുള്ളൂ. ഈ 3 ഓപ്പർച്യൂണിറ്റിയും പക്കയായിരുന്നു. അത് പെർഫെക്റ്റ് ആയിട്ട് അത് എടുത്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിലെനിക്ക് പേഴ്സണലായിട്ട് കിട്ടിയത് 3340 എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റിയും ഇന്നലത്തെ ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് പേഴ്സണലി കിട്ടിയത്. ബാക്കി 2 ഓപ്പർച്യൂണിറ്റി ഞാൻ എടുക്കാതിരുന്നതല്ല, എനിക്കൊരു ട്രേഡ് കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് ഞാൻ അതിൻ്റെ കൂടെ ഓവർ ട്രേഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് ഞാൻ എടുക്കാഞ്ഞതാണ്. ഓക്കെ, കൂടുതൽ ലോസിലോട്ട് വരാതിരിക്കാനായിട്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം എനിക്ക് പറയാനായിട്ടുള്ളത്. കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുക. ക്ലാസ്സിന് ജോയിൻ ചെയ്യണം എന്നുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുക, നമ്പർ കൊടുക്കുക, കോൺടാക്ട് ചെയ്യാൻ പറയുക. കാണുന്ന ആൾക്കാർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതനുസരിച്ച് ഞാൻ ഇവിടെ ഓൺലൈനായിട്ട് യൂട്യൂബിൽ തന്നെ എൻ്റെ ക്ലാസ് ഇടുന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസം പറയാനായിട്ടുള്ളത്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമുക്ക് ഒന്നെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തിങ്കളാഴ്ചത്തേക്ക് ഉണ്ട് എങ്കിൽ ഞാൻ ഞായറാഴ്ച മാർക്കറ്റ് ഡിസ്കഷനിൽ വരാം. ഇല്ലെങ്കിൽ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെയോ ആയിട്ട് മാർക്കറ്റ് ഡിസ്കഷനിൽ വന്ന് നമുക്കതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാവുന്നതുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമുക്ക് വീക്കെൻഡിലോ അല്ലെങ്കിൽ മൺഡേയോ കാണാമെന്ന് പറഞ്ഞിട്ട് ഗുഡ് ബൈ.